നമസ്കാരം. മധ്യപൂർവേഷ്യൻ യുദ്ധഭൂമി ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അമേരിക്ക ഇറാൻ ധാരണാ ചർച്ചകളിൽ അനിശ്ചിതത്വം ശക്തമാകുന്നതിനിടെ ആഗോള വിപണികൾ പോലും ഭീതിയിലായിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു, സ്വർണ്ണവില റെക്കോർഡുകൾ തകർക്കുന്നു, ഓഹരി വിപണികൾ കനത്ത ചാഞ്ചാട്ടത്തിലേക്ക് വീഴുന്നു. ഇതെല്ലാം ഒരേ ഒരു വലിയ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. അടുത്ത 48 മണിക്കൂർ നിർണായകമാണ്. കാരണം ഇനി നടക്കുന്ന ഓരോ രാഷ്ട്രീയ നീക്കവും ലോകത്തെ സമാധാനത്തിലേക്കോ അതോ പൂർണ്ണ യുദ്ധത്തിലേക്കോ തള്ളിയിടാൻ സാധ്യതയുണ്ട്. സമാധാന ശ്രമങ്ങൾ നടക്കുമ്പോഴും ഇറാനും യുഎസും നടത്തുന്ന പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളിൽ ലോകം ആശങ്കയിലാണ്. ഇറാനുമായി സമാധാന കരാറിലെത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇറാനുമായുള്ള ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വൈറ്റ് ഹൌസ് സമർപ്പിച്ച സമാധാന പ്ലാനിൽ ഇറാന്റെ നിലപാട് കാത്തിരിക്കുകയാണ് യുഎസ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ നിലപാട് വ്യക്തമാക്കും. 14 ഇനങ്ങളുള്ള ഒറ്റ പേജ് സമാധാന നിർദ്ദേശമാണ് യുഎസ് ഇറാന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ ആണവ വിഷയങ്ങളിലടക്കം ചില പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ ഉണ്ട് എന്ന് ഇറാൻ നിലപാടെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്നലെ കുതിച്ച ഓഹരി വിപണി ഇതിനിടയിൽ ഇന്നും നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ക്രൂഡ് ഓയിൽ വില വീണ്ടും കയറുന്നു, സ്വർണം വലിയ കുതിപ്പിൽ. യുഎസ് ഇറാൻ സംഘർഷത്തിന് പരിഹാരം അരികിലെത്തിയെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ഇന്നലെ ഓഹരി വിപണി മികച്ച മുന്നേറ്റം നടത്തിയിരുന്നു. സെൻസെക്സ്, നിഫ്റ്റി സൂചികകൾ ഇന്നലെ 1.2% കയറി. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നത് ക്രൂഡ് ഓയിൽ വില കുറച്ചിരുന്നു. ഇതോടെ വിപണി വലിയ മുന്നേറ്റം നടത്തുകയായിരുന്നു. ക്രൂഡ് വില ഇടിവിനെ തുടർന്ന് ഏവിയേഷൻ ഓഹരികളിൽ വലിയ മുന്നേറ്റമുണ്ടായി. ഇൻഡിഗോയുടെ മാതൃ കമ്പനിയായ ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ ഓഹരി ഇന്നലെ 6.6% ഉയർന്നു. സ്പേസ് ജെറ്റ് ഓഹരി വില 5% മുന്നേറി. വ്യോമയാന മേഖലയ്ക്ക് അടക്കം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതിയും ഏവിയേഷൻ മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപകരെ ആകർഷിച്ചു. ട്രെൻഡ്, ഏഷ്യൻ പെയിന്റ്സ്, HDFC ബാങ്ക്, SBI, HNL തുടങ്ങിയ ഓഹരികളിലും വലിയ മുന്നേറ്റമുണ്ടായി. സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് ഓഹരികളിലും ഇന്നലെ വലിയ തോതിൽ മുന്നേറ്റം നടന്നു. BSE സ്മോൾ ക്യാപ് സൂചിക ഇന്നലെ 2.25%, മിഡ് ക്യാപ് സൂചിക 2.1% നേട്ടമുണ്ടായി. ബാങ്കിംഗ്, ഫിനാൻഷ്യൽസ്, റിയൽറ്റി മേഖലകളാണ് ഇന്നലെ മിന്നും പ്രകടനം നടത്തിയത്. എണ്ണവില ഇടിഞ്ഞതോടെ അമേരിക്കൻ ഡോളറിനെതിരെ കരുത്താർജിച്ച് ഇന്ത്യൻ രൂപയും കത്തിക്കയറി. ഇന്നലെ 69 പൈസ നേട്ടത്തോടെ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 94.49 ഉയർന്നു. ചൊവ്വാഴ്ച വ്യാപാരത്തിനിടെ 95.44 എന്ന ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് രൂപയുടെ മൂല്യം വ്യാപാരത്തിനിടെ ഇടിഞ്ഞിരുന്നു. എണ്ണവില കുറഞ്ഞതോടെ ഇറക്കുമതി ചെലവ് കുറയുമെന്ന പ്രതീക്ഷയിലാണ് രൂപ ശക്തിപ്പെട്ടത്. റെക്കോർഡ് ഇടിവിലേക്ക് പോയ രൂപയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായതും ഓഹരി വിപണിയിലെ മുന്നേറ്റവും ഡോളർ സൂചിക ഇടിഞ്ഞതും രൂപയെ സഹായിച്ചു. ഹോർമൂസ് കടലിടുക്ക് മുതൽ ഇസ്രായേൽ അതിർത്തി വരെ സൈനിക സജ്ജീകരണങ്ങൾ ഇതിനിടയിൽ അതിവേഗം ശക്തമാവുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ മിസൈൽ സേനയും പരസ്പരം നേർക്കുനേർ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ചെറിയ പിഴവ് പോലും ആഗോള യുദ്ധത്തിന് തുടക്കമാകുമെന്ന മുന്നറിയിപ്പുകളാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ നടത്തുന്നത്. ഇതിന്റെ ആഘാതം ആദ്യം പതിഞ്ഞത് സാമ്പത്തിക രംഗത്താണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ ഹൃദയഭാഗമായ മധ്യപൂർവേഷ്യയിൽ യുദ്ധം രൂക്ഷമായാൽ എണ്ണവില $150 കടക്കുമെന്ന ഭീതിയാണ് വിപണികളെ വിറപ്പിക്കുന്നത്. അമേരിക്ക പിന്നോട്ടില്ല, ഇറാനും വഴങ്ങാൻ തയ്യാറല്ല. ഈ അവസ്ഥയിലാണ് നയതന്ത്ര ചർച്ചകൾ അവസാന അവസരമായി മാറുന്നത്. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അടുത്ത ആക്രമണം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായതാകുമെന്ന വിലയിരുത്തലുകളും ഉയരുകയാണ്. പ്രത്യേകിച്ച് ഇറാൻ ഇതിനോടകം തന്നെ തങ്ങളുടെ സൈനിക ശേഷി തുറന്നുകാട്ടിയ സാഹചര്യത്തിൽ അമേരിക്കയോ ഇസ്രയേലോ വലിയ നീക്കത്തിന് തയ്യാറാകുന്നുവെന്ന സൂചനകൾ ലോകരാഷ്ട്രങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ലോകവിപണിയിലെ ഓരോ ചലനവും ഇപ്പോൾ യുദ്ധത്തിന്റെ നിഴലിലാണ്. നിക്ഷേപകർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഓടും. സ്വർണം വീണ്ടും യുദ്ധകാല സമ്പത്തായി മാറും. സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് വരെ ഈ സംഘർഷത്തിന്റെ ആഘാതം എത്തിത്തുടങ്ങി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ഇത് വലിയ സാമ്പത്തിക സമ്മർദ്ദമാകുമെന്ന മുന്നറിയിപ്പുകളുമുണ്ട്. അടുത്ത 48 മണിക്കൂർ അതൊരു സാധാരണ സമയപരിധിയല്ല. ലോകത്തിന്റെ സാമ്പത്തിക ഭാവിയും രാഷ്ട്രീയ സമവാക്യങ്ങളും സുരക്ഷാ സാഹചര്യങ്ങളും തീരുമാനിക്കപ്പെടാൻ പോകുന്ന നിർണായക മണിക്കൂറുകളാണ്. സമാധാന ചർച്ചകൾ വിജയിക്കുമോ അതോ ലോകം മറ്റൊരു വലിയ യുദ്ധത്തിന്റെ വാതിൽ തുറക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ ഇനി കേവലം 48 മണിക്കൂറുകൾ മാത്രം.